ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ 7 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ. 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ 7 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഓപ്പൺഹൈമറാണ്. 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമർ എന്ന സിനിമയുടെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളനാണ് 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ആസിഫ് അലി സർദാരി. പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആസിഫ് അലി സർദാരിയാണ്. നിലവിൽ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആരാണ്? ഷഹബാസ് ഷെരീഫ്. നിലവിൽ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ്. ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സിൻ്റെ 3ാം പരീക്ഷണവും പരാജയപ്പെട്ട ബഹിരാകാശ പേടകം ഏതാണ്? സ്റ്റാർഷിപ്പ്. ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സിൻ്റെ 3ാം പരീക്ഷണവും പരാജയപ്പെട്ട ബഹിരാകാശ പേടകം സ്റ്റാർഷിപ്പാണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ഏകദിനം 2020 റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരായ രാജ്യം ഏതാണ്? ഇന്ത്യ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ഏകദിനം 2020 റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരായ രാജ്യം ഇന്ത്യയാണ്. മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷ പുരസ്കാരം നേടിയതാരാണ്? കെ ഗംഗാധരൻ. മലയാളം കഥകളുടെ കന്നഡ മൊഴിമാറ്റം നടത്തി കന്നഡ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷ പുരസ്കാരം ലഭിച്ചത് കെ ഗംഗാധരനാണ്. 2024 കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ്? ഏപ്രിൽ 26. 2024 കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 26-നാണ്. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചെഫ് ഡി മിഷനായി നിയോഗിച്ചത് ആരെയാണ്? മേരി കോമിനെ. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചെഫ് ഡി മിഷൻ ആയി നിയോഗിച്ചത് മേരി കോമിനെയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ആരാണ്? അജാന്ത ശരത് കമൽ. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് അജാന്ത ശരത് കമലാണ്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? നായിബ് സൈനി. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിക്കപ്പെട്ടത് നായിബ് സൈനിയാണ്. പ്രഭാ വർമ്മയ്ക്ക് 2023 സരസ്വതി സമ്മാൻ നേടിക്കൊടുത്ത കൃതി ഏതാണ്? രൗദ്ര സാത്വികം. പ്രഭാ വർമ്മയ്ക്ക് 2023 സരസ്വതി സമ്മാൻ നേടിക്കൊടുത്ത കൃതി രൗദ്ര സാത്വികം എന്ന കൃതിയാണ്. സൗരയൂഥത്തിലെ 2005 EX 296 എന്ന ചിഹ്നഗ്രഹത്തിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകിയത്? ജയന്ത് മൂർത്തി. സൗരയൂഥത്തിലെ 2005 EX 296 എന്ന ചിഹ്നഗ്രഹത്തിന് ജയന്ത് മൂർത്തി എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിന് ഒളിമ്പിക് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? റഷ്യ, ബെലാറൂസ്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിന് ഒളിമ്പിക് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ റഷ്യയും ബെലാറൂസുമാണ്. റഷ്യയിൽ വീണ്ടും പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വ്ളാഡിമിർ പുടിൻ. റഷ്യയിൽ വീണ്ടും പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വ്ളാഡിമിർ പുടിനാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 സന്തോഷ സൂചിക അല്ലെങ്കിൽ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 126. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126-ാമതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ
ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഫിൻലാൻഡാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനം ഫിൻലാൻഡിനാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സന്തോഷം ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സന്തോഷം ഏറ്റവും കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ലോക സന്തോഷ സൂചികയിൽ സ്ഥിരമായി ആദ്യ സ്ഥാനങ്ങളിലെത്തുന്ന 5 രാജ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? നോർഡിക് രാജ്യങ്ങൾ. ലോക സന്തോഷ സൂചികയിൽ സ്ഥിരമായി ആദ്യ സ്ഥാനങ്ങളിലെത്തുന്ന 5 രാഷ്ട്രങ്ങൾ അറിയപ്പെടുന്നത് നോർഡിക് രാജ്യങ്ങൾ എന്ന പേരിലാണ്. 2024 ലോക സന്തോഷ സൂചികയിൽ തുടർച്ചയായി 7ാം തവണ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. 2024 ലോക സന്തോഷ സൂചികയിൽ തുടർച്ചയായി 7ാം തവണയും ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാണ് 3ാം തവണയും പുഷ്പ കമാൽ ദഹൽ തിരഞ്ഞെടുക്കപ്പെട്ടത്? നേപ്പാളിൻ്റെ. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാണ് 3ാം തവണയും പുഷ്പ കമാൽ ദഹൽ തിരഞ്ഞെടുക്കപ്പെട്ടത്? നേപ്പാളിൻ്റെ. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് അല്ലു അർജുന് 2023 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? പുഷ്പ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അല്ലു അർജുന് 2023 ദേശീയ അവാർഡ് ലഭിച്ചത്. 2022 ഡിസംബറിൽ അന്തരിച്ച ഏത് കായിക താരത്തിൻ്റെ യഥാർത്ഥ പേരാണ് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ? പെലെ. 2022 ഡിസംബറിൽ അന്തരിച്ച ഏത് കായിക താരത്തിൻ്റെ യഥാർത്ഥ പേരാണ് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ എന്നത് പെലെയുടെ പേരാണ്. ഇന്ത്യയും ഏത് രാജ്യവുമായി സംയുക്തമായി രാജസ്ഥാനിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് സൈക്ലോൺ 1? ഈജിപ്ത്. ഇന്ത്യയും ഈജിപ്തുമായി സംയുക്തമായി രാജസ്ഥാനിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് സൈക്ലോൺ 1. 2023 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രമാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 2023 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണ്? നൻപകൽ നേരത്ത് മയക്കം. ഈ സിനിമയുടെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ്. 2023 ഒക്ടോബറിൽ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. 2023 ഒക്ടോബറിൽ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ച വിഖ്യാത പോളിഷ് ചലച്ചിത്രകാരൻ ആരാണ്? ക്രിസ്തോഫ് സനൂസി. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ച വിഖ്യാത പോളിഷ് ചലച്ചിത്രകാരൻ ക്രിസ്തോഫ് സനൂസിയാണ്. കേരള സർക്കാരിൻ്റെ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PK വീരമണിദാസൻ. കേരള സർക്കാരിൻ്റെ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസനാണ്. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അംഗസംഖ്യ വർദ്ധിപ്പിച്ച സംഘടന ഏതാണ്? ബ്രിക്സ്. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അംഗസംഖ്യ വർദ്ധിപ്പിച്ച സംഘടന ബ്രിക്സ് ആണ്. സ്വതന്ത്ര ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ ആദ്യ വ്യക്തിഗത മെഡൽ സ്വന്തമാക്കിയ KD യാദവിൻ്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. സ്വതന്ത്ര ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ ആദ്യ വ്യക്തിഗത മെഡൽ സ്വന്തമാക്കിയ KD യാദവിൻ്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2023 ഒക്ടോബറിൽ ഭൂകമ്പത്തിലൂടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഏഷ്യൻ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. 2023 ഒക്ടോബറിൽ ഭൂകമ്പത്തിലൂടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഏഷ്യൻ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്.
2023 മെയ് 28 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ലോക്സഭാ ഹാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? മൈൽ. 2023 മെയ് 23 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ലോക്സഭാ ഹാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൈലിനെ അടിസ്ഥാനമാക്കിയാണ്. 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് NCERTയ്ക്കാണ്. 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് NCERTയ്ക്കാണ്. 2023 സെപ്റ്റംബറിൽ മധ്യപ്രദേശിൽ അനാച്ഛാദനം ചെയ്ത 108 അടി ഉയരമുള്ള ഏകാത്മത കി പ്രതിമ ആരുടേതാണ്? ആദി ശങ്കരാചാര്യ. 2023 സെപ്റ്റംബറിൽ മധ്യപ്രദേശിൽ അനാച്ഛാദനം ചെയ്ത 108 അടി ഉയരമുള്ള ഏകാത്മത കി പ്രതിമ ആരുടേതാണ്? ആദി ശങ്കരാചാര്യർ. എറണാകുളം ജില്ലയിലെ ഏത് വില്ലേജിലെ സ്ഥലം ഇടമലക്കുടി വില്ലേജിനോട് ചേർത്തോടെയാണ് പാലക്കാടിനെ പിന്തള്ളി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത്? കുട്ടമ്പുഴ. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെ ഏതാനും സ്ഥലം ഇടമലക്കുടി വില്ലേജിനോട് ചേർത്തോടെയാണ് പാലക്കാടിൻ്റെ 1ാം സ്ഥാനം പിന്തള്ളി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത്. 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനുവിന്. 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്താണ്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നാണ്. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? AS രാജീവ്. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് AS രാജീവാണ്. ലാൻഡിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ച ISROയുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഏതാണ്? പുഷ്പക്. ലാൻഡിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ച ISROയുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ് പുഷ്പക്. ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 3ാം സ്ഥാനം. ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ്. 1ാം സ്ഥാനം ബംഗ്ലാദേശിനും 2ാം സ്ഥാനം പാകിസ്ഥാനുമാണ്. പ്രഭാവർമ്മയ്ക്ക് മുമ്പായി സരസ്വതി സമ്മാൻ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ബാലാമണി അമ്മയും അയ്യപ്പ പണിക്കരും സുഗതകുമാരിയും. പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ ലഭിച്ച വർഷം 2023 ബാലാമണി അമ്മയ്ക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചത് 1995 അയ്യപ്പ പണിക്കർക്ക് 2005 സുഗതകുമാരിക്ക് 2012 ഈ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കറിയയ്ക്കാണ്. രാജ്യത്ത് ഏത് സ്ഥലത്ത് വെച്ചും കുറ്റകൃത്യം നടത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്നവരെ പിടികൂടാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ സംവിധാനമാണ് നഫീസ്. ഇതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ്. രാജ്യത്തെ ഏത് സ്ഥലത്ത് വെച്ചും കുറ്റകൃത്യം നടത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്നവരെ പിടികൂടാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്താണ്? നഫീസ്. നഫീസിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ്. ഈ അടുത്ത് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ വ്യക്തി ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. ഈ അടുത്ത് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ വ്യക്തി അരവിന്ദ് കെജ്രിവാളാണ്. 2024 രാജ്യാന്തര വനദിനം എന്നാണ്? മാർച്ച് 21. 2024 രാജ്യാന്തര വനദിനത്തിൻ്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ്. 2024 രാജ്യാന്തര വനദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ്. 2024 ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് എന്നാണ്. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വാട്ടർ ഫോർ പീസ് എന്നാണ്. 2023 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം.
സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ്. 2023 ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ 5 ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5. 2023 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം അഥവാ സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ്. 2023 ലോക ഭൗമദിനം ഏപ്രിൽ 22. 2023 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക, ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നാണ്. 2023 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക അഥവാ ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വന്യജീവി സംരക്ഷണത്തിനുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ്? അമൃത ദേവി ബിഷ്ണോയി. കേന്ദ്ര സർക്കാരിൻ്റെ വന്യജീവി സംരക്ഷണത്തിനുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയത് അമൃത ദേവി ബിഷ്ണോയുടെ പേരിലാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരം ഏതാണ്? ന്യൂഡൽഹി. ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരം ന്യൂഡൽഹിയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ്. 2024 മാർച്ച് 14. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് 2024 മാർച്ച് 14. 2022 32ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശിവശങ്കരി. കൃതി സൂര്യവംശം. 2022 32ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ശിവശങ്കരിക്കാണ്. തമിഴ് സാഹിത്യകാരിയാണ് ശിവശങ്കരി. കൃതി സൂര്യവംശം എന്ന കൃതിയാണ്. 2021 31ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് രാംദർശ് മിശ്രയ്ക്കാണ്. 2021 31ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? രാംദർശ് മിശ്ര. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡാണ്. 2024 ഇറാസ്മസ് പ്രൈസ് ജേതാവ് അമിതാഭ് ഘോഷിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2018. 2024 ഇറാസ്മസ് പ്രൈസ് ജേതാവായ അമിതാഭ് ഘോഷിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 2018. ഔദ്യോഗിക ജീവിയും പുഷ്പവും വൃക്ഷവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡ്. ഔദ്യോഗിക ജീവിയും പുഷ്പവും വൃക്ഷവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല കാസർഗോഡാണ്. കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭ്യമാക്കിയ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ്? കോഴിക്കോട്. കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭ്യമാക്കിയ കേരളത്തിലെ കോർപ്പറേഷൻ കോഴിക്കോടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ്? തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. 2024 രാജ്യാന്തര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ്? വാഗമൺ. 2024 രാജ്യാന്തര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമണ്ണാണ്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാനായി ISRO വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. നീതിപാതയിലെ ധീര വനിത എന്ന മലയാളം ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ജസ്റ്റിസ് M. ഫാത്തിമ ബീവി. നീതിപാതയിലെ ധീരവനിത എന്ന മലയാളം ഡോക്യുമെൻ്ററി ജസ്റ്റിസ് M. ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ളതാണ്.
പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് എന്നാണ്? 2024 മാർച്ച് 11. പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് 2024 മാർച്ച് 11. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പിൻ്റെ പേരെന്താണ്? ഹരിതമിത്രം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പാണ് ഹരിതമിത്രം. 2024 8ാം രാജ്യാന്തര പുഷ്പമേളയായ പൂപ്പൊലിക്ക് വേദിയായ കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. 2024 8ാം രാജ്യാന്തര പുഷ്പമേളയായ പൂപ്പൊലിക്ക് വേദിയായ കേരളത്തിലെ ജില്ല വയനാടാണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്നത് ആരുടെ പുസ്തകമാണ്? എസ് ജയശങ്കർ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം എഴുതിയത് എസ് ജയശങ്കറാണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ്? അഗ്നി 5. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ അഗ്നി 5 ആണ്. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യയാണ്. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യയാണ്. ചെസ്സിൽ വുമൺ ഇൻ്റർനാഷണൽ മാസ്റ്റർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിത ആരാണ്? നിമ്മി ജോർജ്. ചെസ്സിൽ വുമൺ ഇൻ്റർനാഷണൽ മാസ്റ്റർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിത നിമ്മി ജോർജ് ആണ്. 2022 രാജ്യാന്തര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ലേഡി ടെണ്ടുൽക്കർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് ഇതിഹാസം ആരാണ്? മിതാലി രാജ്. 2022 രാജ്യാന്തര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ലേഡി ടെണ്ടുൽക്കർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് ഇതിഹാസം മിതാലി രാജാണ്. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ മേൽനോട്ടത്തിലുള്ള സർഫിംഗ് സ്കൂൾ ആരംഭിക്കുന്ന എവിടെയാണ്? ബേപ്പൂർ. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ മേൽനോട്ടത്തിലുള്ള സർഫിംഗ് സ്കൂൾ ആരംഭിക്കുന്നത് ബേപ്പൂരാണ്. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ലോകത്തെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ്? ബിയാട്രിസ്. ലോകത്തെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ബിയാട്രിസ് ആണ്. 2023 ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. 2023 ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഇറാൻ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇറാനാണ്. 2024 ഫെബ്രുവരി 17 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിൻ്റെ പേരെന്താണ്? വായുശക്തി. 2024 ഫെബ്രുവരി 17 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിൻ്റെ പേര് വായുശക്തി എന്നാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ അതായത് 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡാണ്. ഈ വർഷത്തെ UN ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 2024 UN ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഈ വർഷത്തെ അതായത് 2024 ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 അപ്പോൾ ഈ വർഷത്തെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലീവറേജിങ് വാട്ടർ ഫോർ പീസ് എന്നാണ്. ഈ വർഷത്തെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം ലീവറേജിങ് വാട്ടർ ഫോർ പീസ് എന്നാണ്. ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിന് റഷ്യയെയും ബെലാറൂസിനെയും വിലക്കിയ സംഘടന ഏതാണ്? രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും ബെലാറൂസും. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഡി മിഷൻ ആയ വിൻ്റർ ഒളിമ്പിക് താരം ആരാണ്? ശിവ കേശവൻ.
പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഡി മിഷൻ ആയ വിൻ്റർ ഒളിമ്പിക് താരം ശിവ കേശവനാണ്. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ടേബിൾ ടെന്നീസ് താരം ആരാണ്? അജാന്ത ശരത് കമൽ. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ടേബിൾ ടെന്നീസ് താരം അജാന്ത ശരത് കമലാണ്. രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം നേടിയ കഥാകാരൻ ആരാണ്? M. മുകുന്ദൻ. സാഹിത്യ സാമൂഹിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ IV ദാസ് പുരസ്കാരം നേടിയ കഥാകാരൻ M. മുകുന്ദനാണ്. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം ആരാണ്? PR ശ്രീജേഷ്. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം PR ശ്രീജേഷാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ ദിവസവേതനം എത്രയായിട്ടാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത്? 346 രൂപ. 2024 ഏപ്രിൽ 1 പ്രാബല്യത്തിലാണ് ഈ ഒരു വേതന വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ ഒരു ദിവസത്തെ വേതനം 346 രൂപയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിൽ ദിവസവേതനം 374 രൂപയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിലെ ദിവസവേതനം 374 രൂപയാണ്. 2023 പ്രസിദ്ധീകരിച്ച നീതി ആയോഗിൻ്റെ ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല ഏതാണ്? എറണാകുളം. 2023 പ്രസിദ്ധീകരിച്ച നീതി ആയോഗിൻ്റെ ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. പ്രസവശേഷം സർക്കാർ ആശുപത്രിയിൽ നിന്നും അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മാതൃയാനം. പ്രസവശേഷം സർക്കാർ ആശുപത്രിയിൽ നിന്നും അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മാതൃയാനം. 2023 ജൂലൈയിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. 2023 ജൂലൈയിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഏത് രാജ്യത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ കാവേരി ദൗത്യം നടത്തിയത്? സുഡാനിൽ. സുഡാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. 2023 ഏപ്രിലിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉദ്ഘാടനം ചെയ്ത ബുസി പാലം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? മൊസാംബിക്. 2023 ഏപ്രിലിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉദ്ഘാടനം ചെയ്ത ബുസി പാലം നിർമ്മിച്ചത് മൊസാംബിക്കിലാണ്. 2023 ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് ഓക്സിജൻ വിജയകരമായി വേർതിരിച്ചെടുത്തത് ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ്? അമേരിക്ക. 2023 ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് ഓക്സിജൻ വിജയകരമായി വേർതിരിച്ചെടുത്തത് അമേരിക്കയിലെ ബഹിരാകാശ ഏജൻസിയാണ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയി എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. 2023 അർജന്റീനയിൽ നടന്ന ഫിഫയുടെ അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം യുറുഗ്വേയാണ്. 2023 അർജന്റീനയിൽ നടന്ന ഫിഫയുടെ അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം ഉറുഗ്വേയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആദ്യത്തെ ഇൻഫിനിറ്റി സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ദുബായ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആദ്യത്തെ ഇൻഫിനിറ്റി സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത് ദുബായിലാണ്.
രാജ്യാന്തര ഫുട്ബോളിൽ 200 മത്സരങ്ങൾ പൂർത്തീകരിച്ച ആദ്യ പുരുഷ ഫുട്ബോളർ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. രാജ്യാന്തര ഫുട്ബോളിൽ 200 മത്സരങ്ങൾ പൂർത്തീകരിച്ച ആദ്യ പുരുഷ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2023 സമാധാന നോബൽ സമ്മാന ജേതാവ് ആരാണ്? നർഗീസ് മുഹമ്മദി. 2023 സമാധാന നോബൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിയാണ്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, കടൽ രക്ഷാദൗത്യം എന്നിവയ്ക്ക് വേണ്ടി നിർമ്മിച്ച കേരള സർക്കാരിൻ്റെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് ഏതാണ്? പ്രതീക്ഷ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, കടൽ രക്ഷാദൗത്യം എന്നിവയ്ക്ക് വേണ്ടി നിർമ്മിച്ച കേരള സർക്കാരിൻ്റെ ആദ്യ മറൈൻ ആംബുലൻസ് ആണ് പ്രതീക്ഷ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന കാര്യങ്ങൾ രേഖപ്പെടുത്തിയ സമ്പൂർണ്ണ ഡാറ്റാബേസാണ് സ്പാർക്ക്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സമ്പൂർണ്ണ ഡാറ്റാബേസാണ് സ്പാർക്ക്. എല്ലാ ഗവൺമെൻറ് രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എല്ലാ ഗവൺമെൻറ് രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്തിടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ്, സർഫേസ് വിഭാഗങ്ങളുടെ തലവനായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണ്? പവൻ ദാവുലുരി. അടുത്തിടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ്, സർഫേസ് വിഭാഗങ്ങളുടെ തലവനായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ പവൻ ദാവുലുരിയാണ്. 2024 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കോമോറോസ്, ടിമോർ ലെസ്റ്റ്. 2024 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ കോമോറോസും ടിമോർ ലെസ്റ്റുമാണ്. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രി ജേതാവ് ആരാണ്? കാർലോസ് സെയിൻസ. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രി ജേതാവ് കാർലോസ് സെയിൻസയാണ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യ തെക്ക് കിഴക്കൻ രാജ്യം ഏതാണ്? തായ്ലൻഡ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യ തെക്ക് കിഴക്കൻ രാജ്യം തായ്ലൻഡാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഓർഡർ ഓഫ് ദ ഡ്രക്ക് ഗ്യാൽപോ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് ദ ഡ്രക്ക് ഗ്യാൽപോ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്നറിയപ്പെടുന്ന പോയിന്റ് നീമോയിൽ എത്തിയ ആദ്യ വ്യക്തി ആരാണ്? ക്രിസ് ബ്രൗൺ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്നറിയപ്പെടുന്ന പോയിന്റ് നീമോയിൽ എത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ ആണ്. 2023-24 ഇറാനി കപ്പ് ജേതാക്കൾ ആരാണ്? റെസ്റ്റ് ഓഫ് ഇന്ത്യ. റണ്ണറപ്പ് ആയത് സൗരാഷ്ട്രയാണ്. 2023-24 ഇറാനി കപ്പ് ജേതാക്കൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. റണ്ണറപ്പ് സൗരാഷ്ട്രയാണ്. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാൻ ആരാണ്? MK സക്കീർ. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാൻ MK സക്കീറാണ്. ലോകത്തിലെ ആദ്യ 4ാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം ഏതാണ്? ചൈന. ലോകത്തിലെ ആദ്യ 4ാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം ചൈനയാണ്. ചൊവ്വയിൽ റോവർ പ്രവർത്തിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അക്ഷത കൃഷ്ണമൂർത്തി. ചൊവ്വയിൽ റോവർ പ്രവർത്തിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരി അക്ഷത കൃഷ്ണമൂർത്തിയാണ്. ലോകത്തിലെ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് CEO ആരാണ്? മിക്ക. ലോകത്തിലെ ആദ്യ AI ഹ്യൂമനോയിഡ് റോബോട്ട് CEO മിക്കയാണ്. ഇൻസ്റ്റാഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് തികച്ച ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? വിരാട് കോഹ്ലി. ഇൻസ്റ്റാഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആദ്യ ഏഷ്യക്കാരൻ വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ്? കാമി റിത ഷെർപ്പ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റിത ഷെർപ്പയാണ്. ലോകത്ത് ആദ്യമായി മണലിൽ നിന്ന് ബാറ്ററി നിർമ്മിച്ച രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. ലോകത്ത് ആദ്യമായി മണലിൽ നിന്ന് ബാറ്ററി നിർമ്മിച്ച രാജ്യം ഫിൻലാൻഡാണ്. മുംബൈ വേദിയായി നടന്ന 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയതാരാണ്? ക്രിസ്റ്റീന ഫിസ്കസ്ക. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പ്രതിനിധിയായി മത്സരിച്ച ക്രിസ്റ്റീന ഫിസ്കസ്കയാണ് മുംബൈ വേദിയായി നടന്ന 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത്. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് നടന്ന മത്സരമായതുകൊണ്ട് തന്നെ ഈ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരമായിരുന്നു മുംബൈ വേദിയായി നടന്നത്. ഇതിൽ കിരീടം
സ്വന്തമാക്കിയത് ക്രിസ്റ്റീന ഫിസ്കസ്കയാണ്. 2024 നടന്ന ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ്? സ്വാതിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. 2024 നടന്ന ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യം സ്വാതിക് സായിരാജും ചിരാഗ് ഷെട്ടിയുമാണ്. ഈ വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? മുംബൈയാണ്. റണ്ണറപ്പ് വിദർഭയുമാണ്. ഈ വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ മുംബൈയാണ്. മുംബൈ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് വിദർഭയാണ്. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും അധികം തവണ കിരീടം നേടിയ റെക്കോർഡ് മുംബൈക്കാണ്. 42 തവണയാണ് മുംബൈ രഞ്ജി ട്രോഫിയിൽ കിരീടം നേടുന്നത്. ഈ വർഷം നടന്ന സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് സർവീസസ് ആണ്. ഫൈനലിൽ സർവീസസ് പരാജയപ്പെടുത്തിയത് ഗോവയാണ്. ഈ വർഷം നടന്ന സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ സർവീസസ് ആണ്. റണ്ണറപ്പ് ഗോവയാണ്. ഈ വർഷത്തെ ഇന്ത്യൻ വനിതാ പ്രീമിയർ 2020 ലീഗ് ക്രിക്കറ്റിൽ ജേതാക്കളായത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സാണ്. ഈ വർഷത്തെ ഇന്ത്യൻ വനിതാ പ്രീമിയർ 2020 ലീഗ് ക്രിക്കറ്റിൽ ജേതാക്കളായത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സാണ്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നയിച്ചത് സ്മൃതി മന്ദാരയാണ്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നയിച്ചത് സ്മൃതി മന്ദാരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് ഏത് നദിക്ക് കുറുകെയാണ്? ഹൂഗ്ലി നദി. കൊൽക്കത്തയിൽ ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഈ അടുത്തായി ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ച എവിടെയാണ്? പാട്ന. ബീഹാറിലെ പാട്നയിലാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ഇൻഫോസിസ് ഫൗണ്ടേഷൻ മുൻ അധ്യക്ഷ ആരായിരുന്നു? സുധാമൂർത്തി. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ഇൻഫോസിസ് ഫൗണ്ടേഷൻ മുൻ അധ്യക്ഷ സുധാമൂർത്തിയാണ്. പ്രസാർ ഭാരതി ചെയർമാനായി നിയമിതനായത് ആരാണ്? നവനീത് കുമാർ സെഹാൾ. പ്രസാർ ഭാരതി ചെയർമാനായി നിയമിതനായത് നവനീത് കുമാർ സെഹാളാണ്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? നായിബ് സൈനി. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് നായിബ് സൈനിയാണ്. 2024 നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ്? ഏപ്രിൽ 26. 2024 ഏപ്രിൽ 26 കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത് ജൂൺ 4. 2024 ജൂൺ 4 ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജയന്ത് മൂർത്തിയുടെ പേര് നൽകിയത് ഏത് ചിഹ്നഗ്രഹത്തിനാണ്? 2005 EX-296. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജയന്ത് മൂർത്തിയുടെ പേര് നൽകിയത് 2005 EX-296 എന്ന ചിഹ്നഗ്രഹത്തിനാണ്. പാകിസ്ഥാൻ്റെ പ്രഥമ വനിത എന്ന ബഹുമതി നൽകിയത് ആർക്കാണ്? അസീഫ ബൂട്ടോയ്ക്ക്. പാകിസ്ഥാൻ്റെ പ്രഥമ വനിത എന്ന ബഹുമതി ഈ അടുത്ത് നൽകിയത് അസീഫ ബൂട്ടോയ്ക്കാണ്. 2023 മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി താരം PR ശ്രീജേഷാണ്. 2023 മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി താരം PR ശ്രീജേഷാണ്. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായതാരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ PK കാളൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? K കുമാരൻ. സംസ്ഥാന സർക്കാരിൻ്റെ PK കാളൻ പുരസ്കാരത്തിന് അർഹനായത് K കുമാരനാണ്. ഈ വർഷത്തെ പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ മലയാളി പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ S ഫെയ്സി. കൊല്ലം സ്വദേശിയാണ് ഇദ്ദേഹം. ഈ വർഷത്തെ പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ മലയാളി പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ S ഫെയ്സിയാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. കാണാതായതോ കടത്തപ്പെട്ടതോ ആയ കുട്ടികളെ കണ്ടെത്താനായി
ഓപ്പറേഷൻ സ്മൈൽ എക്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. കാണാതായതോ കടത്തപ്പെട്ടതോ ആയ കുട്ടികളെ കണ്ടെത്താനായി ഓപ്പറേഷൻ സ്മൈൽ എക്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാനയാണ്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണ്? സൂര്യാംശു. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആദ്യത്തെ സോളാർ ബോട്ട് സൂര്യാംശു ആണ്. എം.എസ്. സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 28. എം.എസ്. സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സിനിമാ സംവിധായകൻ സിദ്ദിഖ് സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഏതാണ്? റാംജി റാവു സ്പീക്കിംഗ്. മലയാള സിനിമാ സംവിധായകൻ സിദ്ദിഖ് അന്തരിച്ച 2023 ഓഗസ്റ്റിലാണ്. ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ സിനിമ റാംജി റാവു സ്പീക്കിംഗ് ആണ്. സിദ്ദിഖും ലാലും കൂടെ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ്? കേരള യൂണിവേഴ്സിറ്റി. പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ്. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. പോക്സോ നിയമം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. പോക്സോ നിയമം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. പോക്സോ ഭേദഗതി നിയമം 2019 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5-ന്. പോക്സോ ഭേദഗതി നിയമത്തിന് 2019 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. 2024 50ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. 2024 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. 2023 49ാമത് G7 ഉച്ചകോടിയുടെ വേദി ഹിരോഷിമയാണ്, ജപ്പാനിലെ ഹിരോഷിമ. 2023 49ാമത് G7 ഉച്ചകോടി നടന്നത് ഹിരോഷിമയിൽ വെച്ചാണ്. 2022 നടന്നത് ജർമ്മനിയിൽ വെച്ചുമാണ്. 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ ഏതാണ്? MDB വാക്ക്. 2024 മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ MDB വാക്കാണ്. ക്ഷയരോഗത്തിനെതിരായി ലോകത്ത് ആദ്യമായി മനുഷ്യ സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? MDB വാക്ക്. ക്ഷയരോഗത്തിനെതിരായി ലോകത്ത് ആദ്യമായി മനുഷ്യ സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച വാക്സിൻ MDB വാക്കാണ്. ലോകത്തെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഏതാണ്? ഇക്സ്ചിക്. ലോകത്തെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഇക്സ്ചിക് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തെ നയിക്കുന്ന ആരാണ്? മേരി കോം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിനെ നയിക്കുന്നത് മേരി കോമാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO ആരാണ്? രഘുറാം അയ്യർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO രഘുറാം അയ്യറാണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? V സുനിൽകുമാർ. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V സുനിൽകുമാറാണ്. ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ച രാജ്യം അമേരിക്കയാണ്. ആ മനുഷ്യൻ്റെ പേര് റിച്ചാർഡ് സ്ലേമാൻ എന്നാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സ്മാർട്ട് അംഗനവാടി സ്ഥാപിതമായത് എവിടെയാണ്? പൂജപ്പുര. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് കേരളത്തിലെ ആദ്യ സ്മാർട്ട് അംഗനവാടി സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? കുരീപ്പുഴ. കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി നടപ്പിലാക്കിയത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി സ്ഥാപിതമായത് എവിടെയാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി സ്ഥാപിതമായത് എറണാകുളത്താണ്. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ല ഏതാണ്? മലപ്പുറം.
കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ല മലപ്പുറമാണ്. അതിദരിദ്രർ ഇല്ലാത്ത കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? കുറ്റ്യാട്ടൂർ. കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്താണ് അതിദരിദ്രർ ഇല്ലാത്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. പ്രശസ്ത കവിയും നിരൂപകനുമായ NK ദേശം അന്തരിച്ചതെന്നാണ്? 2024 ഫെബ്രുവരി 4. ആദ്യ ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ബ്രസൽസ്. ആദ്യ ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് ആണ്. US സംസ്ഥാനമായ ബാൾട്ടിമോറിൽ 4 വരി പാലം ഇടിച്ചു തകർത്ത സിംഗപ്പൂർ കപ്പൽ ഏതാണ്? ഡാലി. US സംസ്ഥാനമായ ബാൾട്ടിമോറിൽ 4 വരി പാലം ഇടിച്ചു തകർത്ത സിംഗപ്പൂരിൻ്റെ കപ്പൽ ഡാലിയാണ്. ആകാശഗംഗയിൽ പുതുതായി കണ്ടെത്തിയ പ്രാചീന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് നൽകിയ പേരെന്താണ്? ശക്തി, ശിവ. ആകാശഗംഗയിൽ പുതുതായി കണ്ടെത്തിയ പ്രാചീന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് നൽകിയ പേര് ശക്തി, ശിവ എന്നീ പേരുകളാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? പീയൂഷ് ആനന്ദ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പുതിയ ഡയറക്ടർ ജനറൽ പീയൂഷ് ആനന്ദാണ്. സ്റ്റാർട്ടപ്പ് മഹാകുംഭിന് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹി. സ്റ്റാർട്ടപ്പ് മഹാകുംഭിന് വേദിയായ നഗരം ന്യൂഡൽഹിയാണ്. ഈ വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? ഒഡീഷ FC. ഈ വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഒഡീഷ FC ആണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിലെ പുതുക്കിയ വേതനം 374 രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? 346. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപയാണ്. ഫോബ്സ് മാസിക പുറത്തിറക്കുന്ന ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തിന് അർഹനായത് ആരാണ്? ബെർണാഡ് അർണോൾഡ്. ഫോബ്സ് മാസിക പുറത്തിറക്കുന്ന ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തിന് അർഹനായത് ബെർണാഡ് അർണോൾഡാണ്. ഫോബ്സ് മാസിക പുറത്തിറക്കിയ ലോക സമ്പന്നരിൽ 3-ാം സ്ഥാനം നേടിയ ആമസോണിൻ്റെ സ്ഥാപകൻ ആരാണ്? ജെഫ് ബെസോസ്. ഫോബ്സ് മാസിക പുറത്തിറക്കിയ ലോക സമ്പന്നരിൽ 3-ാം സ്ഥാനം നേടിയ ആമസോണിൻ്റെ സ്ഥാപകൻ ജെഫ് ബെസോസ് ആണ്. ഫോബ്സ് മാഗസിൻ്റെ സമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത ആരാണ്? സാറ ജോർജ്. ഫോബ്സ് മാഗസിൻ്റെ സമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ സാറ ജോർജ് ആണ്. ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 1-ാമനായതാരാണ്? മുകേഷ് അംബാനി. ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 1-ാമതായത് മുകേഷ് അംബാനിയാണ്. മയാമി ഓപ്പൺ ATP മാസ്റ്റേഴ്സ് 1000 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ കിരീടം ചൂടിയ ഇന്ത്യൻ ടെന്നീസ് താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണ. മയാമി ഓപ്പൺ ATP മാസ്റ്റേഴ്സ് 1000 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണയാണ്. രോഹൻ ബൊപ്പണ്ണയുടെ പാർട്ണറായിരുന്നത് ഓസ്ട്രേലിയക്കാരനായ മാത്യു എബ്ദനാണ്. ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലീറ്റ്സ് കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണ്? ഷൈനി വിൽസൺ. ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലീറ്റ്സ് കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ഷൈനി വിൽസൺ ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം ഏതാണ്? ബോട്സ്വാന. ലോകത്ത് ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം ബോട്സ്വാനയാണ്. ഗൂഗിളിൻ്റെ ആദ്യ ആഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് നിലവിൽ വന്നത് എവിടെയാണ്? ഘാന. ഗൂഗിളിൻ്റെ ആദ്യ ആഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് നിലവിൽ വന്നത് ഘാനയിലാണ്. 3/5 ഇനിഷ്യേറ്റീവ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്. 3/5 ഇനിഷ്യേറ്റീവ് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടതാണ്. 18 വയസ്സിന് താഴെയുള്ള
ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? ഹൃദ്യം. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് ലക്നൌവിലാണ്. 2024 തകഴി പുരസ്കാര ജേതാവ് ആരാണ്? MK സാനു. 2024 തകഴി പുരസ്കാര ജേതാവ് MK സാനു ആണ്. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 14454. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ 14454 ആണ്. ടൈം മാഗസിൻ്റെ 2023 പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ടൈലർ സ്വിഫ്റ്റ്. ടൈം മാഗസിൻ്റെ 2023 പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റ് ആണ്. വയനാട്ടിൽ നിന്നും 2023 കണ്ടെത്തിയ പുതിയ ഇനം സസ്യമായ ഇംപേഷ്യൻസ് സലീമി ഏതിനത്തിൽപ്പെടുന്ന സസ്യമാണ്? കാശിത്തുമ്പ. വയനാട്ടിൽ നിന്നും 2023 കണ്ടെത്തിയ പുതിയ ഇനം സസ്യമായ ഇംപേഷ്യൻസ് സലീമി കാശിത്തുമ്പ ഇനത്തിൽപ്പെടുന്ന സസ്യമാണ്. 2024 G20 ഉച്ചകോടിയുടെ മുൻഗണനാ വിഷയങ്ങൾ ഏതൊക്കെയാണ്? സാമൂഹ്യനീതിയും വിശപ്പിനെതിരായ പോരാട്ടവും, പുതിയ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം, ആഗോള സംഘടനകളുടെ പരിഷ്കാരം. 2024 G20 ഉച്ചകോടിയുടെ മുൻഗണനാ വിഷയങ്ങൾ ഏതൊക്കെയാണ്? സാമൂഹ്യനീതിയും വിശപ്പിനെതിരായ പോരാട്ടവും, പുതിയ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം, ആഗോള സംഘടനകളുടെ പരിഷ്കാരം. 69ാമത് നെഹ്റു ട്രോഫി ജേതാവായ ചുണ്ടൻവള്ളം ഏതാണ്? വിയ്യപുരം ചുണ്ടൻ. 69ാമത് നെഹ്റു ട്രോഫി ജേതാവായ ചുണ്ടൻവള്ളം വിയ്യപുരം ചുണ്ടനാണ്. ഗൂഗിളിൻ്റെ ആദ്യ ആഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് നിലവിൽ വന്നത് ഘാനയിലാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ്? വാഗമൺ. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വാഗമണ്ണാണ്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? KR മീര. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീരയാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? മമ്മൂട്ടി. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായത് മഹേഷ് നാരായണനാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായത് മഹേഷ് നാരായണനാണ്. 2022 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കുഞ്ചാക്കോ ബോബനെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ദർശന രാജേന്ദ്രനെയുമാണ്. 2022 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായത് കുഞ്ചാക്കോ ബോബനും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ദർശന രാജേന്ദ്രനെയുമാണ്. 2022 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് മഹേഷ് നാരായണനെയാണ്. 2022 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായത് മഹേഷ് നാരായണനാണ്. 2023 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് ആരാണ്? EV രാമകൃഷ്ണൻ. കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. 2023 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് EV രാമകൃഷ്ണനാണ്. കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് ആർക്കാണ്? പ്രിയ AS. കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ.
2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് പ്രിയ ASനാണ്. കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ്? ധൃതി ബാനർജി. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡയറക്ടർ ധൃതി ബാനർജിയാണ്. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. രാമായണം പ്രമേയമാക്കി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. രാമായണം പ്രമേയമാക്കി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.